Today's episode is sponsored by Malanad TV India and Montessori EM School, Guntur. We welcome you to be a part of this impeccable learning experience with Montessori Public School, Guntur. This is Ashwati by DRV. In the Monday, day 1 towards our CSE, അതായത് സിവിൽ സർവീസ് എക്സാമിനേഷൻ. ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ ചർച്ച ചെയ്യാൻ വരുന്നത് സിവിൽ സർവീസ് എക്സാമിനേഷന്റെ എക്സാം പാറ്റേണും അതിന്റെ സിലബസും ഏജ് ക്രൈറ്റീരിയനും കട്ട് ഓഫ് ഏജും എത്ര തവണ ഒരാൾക്ക് അറ്റംപ്റ്റ് ചെയ്യാനുള്ളത്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ പ്രൊമോ വീഡിയോയിൽ കുറെ പേര് കമന്റ് ചെയ്തിരുന്നു. അതിൽ മിസ് ജൂഡിലൈൻ വർഗീസ് ഐം സോറി, ഞാൻ പേര് തെറ്റിച്ച് പറഞ്ഞു, ഐം വെരി സോറി, ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഏജ് ക്രൈറ്റീരിയൻ്റെ കാര്യങ്ങൾ, അതായത് ഏത് പ്രായം തുടങ്ങി ഏത് പ്രായം വരെ എഴുതാൻ പറ്റും, ഒരാൾക്ക് എത്ര തവണ എഴുതാൻ പറ്റും എന്ന കുറേ ഡൗട്ട്സുകളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കമൻസിൽ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അതെല്ലാം തീർക്കാനുള്ള ഒരു എപ്പിസോഡാണ്. So I welcome you all once again to a wonderful journey. ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. CSE എന്ന് വെച്ചാൽ സിവിൽ സർവീസ് എക്സാമിനേഷൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, അതായത് UPSCയുടെ അടിയിൽ നടക്കുന്ന ഒരു നേഷൻ വൈഡ് ആയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. നമുക്ക് ഇന്ത്യയിൽ എവിടെ നിന്ന് വേണമെങ്കിലും പരീക്ഷ എഴുതാം. അതായത് കേരളത്തിലെ ആൾക്കാർ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു എക്സാം അല്ല, ഇന്ത്യ ഒട്ടാകെ എല്ലാവരും ഒരേ പ്ലാറ്റ്ഫോമിൽ എഴുതാൻ പറ്റുന്നത് ഒരു വലിയൊരു പരീക്ഷയാണ്. അപ്പോൾ അതിൻ്റെ സിലബസിലോട്ട് നമുക്ക് കിടക്കാം. ഇത് 3 ഘട്ടത്തിലാണ് ഈ പരീക്ഷ നടത്തിക്കൊണ്ടുവരുന്നത്. അത് ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷം കാലയളവിൽ നീണ്ടു നിൽക്കുന്ന ഒരു എക്സാം ആണ് ഇവരുടെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫേസ് എന്ന് വെച്ചാൽ പ്രിലിമിനറി എക്സാമിനേഷൻ. പ്രിലിമിനറി എക്സാമിനേഷനിൽ പൊതുവെ 2 പേപ്പേഴ്സ് ആണുള്ളത്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. പേപ്പർ 1 200 മാർക്സ് ആണ്, ജനറൽ സ്റ്റഡീസ് ആയിട്ടുള്ളത്. ഇറ്റ് കുഡ് ബി ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, എൻവയറമെന്റൽ സ്റ്റഡീസ്, പൊളിറ്റിക്സ്, പൊതുവെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അധികം ഇൻഡെപ്ത് ആയിട്ട് പോവാത്തെ നമ്മുടെ മെയിൻസിത്തെ സിലബസ് തന്നെ, പക്ഷെ അത് തന്നെ ഡീറ്റെയിലോട്ട് കിടക്കാതെ അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടി പോകുന്ന രീതിയിലത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് പ്രിലിമിനറി എക്സാമിനേഷൻ. അത് ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, അതായത് ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഓപ്ഷൻ ഏതാണ് നിങ്ങൾക്കത് മാർക്ക് ചെയ്യാം. 2 മണിക്കൂറാണ്, 200 മാർക്ക് വീതമാണ്. ഇനി പേപ്പർ 2 ഉള്ളതാണ് CSAT എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു സിവിൽ സർവീസ് എക്സാമിന് മാത്രമല്ല ഇങ്ങനത്തെ ഒരു പരീക്ഷ ഉള്ളത്. അതായത് ഏതൊരു എൻട്രൻസ് പരീക്ഷ എടുത്താലും ഇപ്പോൾ GMAT, CAT, പിന്നെ CSAT അങ്ങനത്തെ കുറേ സംഭവങ്ങൾക്ക് ഉണ്ടാവും ഈ ആപ്റ്റിറ്റ്യൂഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. നിങ്ങളുടെ ലോജിക്കൽ എബിലിറ്റി, നിങ്ങളുടെ അനലിറ്റിക്കൽ എബിലിറ്റി, നിങ്ങളുടെ മാത്തമാറ്റിക്കൽ റീസണിങ്, പിന്നെ കോംപ്രിഹെൻഷൻ തരുന്നത്, അങ്ങനത്തെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അപ്പോൾ ഇത് രണ്ടും വെറുതെ ക്വാളിഫൈങ് പേപ്പേഴ്സ് ആണ്. നിങ്ങൾ അടുത്ത ഘട്ടത്തിൽ മെയിൻസിലോട്ട് കടക്കാനുള്ള ആദ്യത്തെ കടമ്പയാണ്. ഇതിന് രണ്ടിനും 200 മാർക്ക് വീതം 2 മണിക്കൂറാണ് ഈ പരീക്ഷകൾ. പൊതുവെ ഒരു ക്വാർട്ടർ ഹാഫ് അല്ലെങ്കിൽ ഒരു മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഈ കാലയളവിലാണ് ഈ പരീക്ഷകൾ നടത്തുക. ഈ വർഷം കുറേ കാരണവശാൽ അതിൽ ഏറ്റവും വലിയൊരു കാരണമാണ് നമ്മുടെ കോവിഡ്. അത് കഴിഞ്ഞ മാസം അല്ലെങ്കിൽ ഈ മാസം കേട്ട് നടത്തി വരേണ്ടതായിരുന്നു, അത് ഒക്ടോബറിലോട്ട് അങ്ങ് തള്ളി നീങ്ങിപ്പോയി. ഇനി 2ാം ഘട്ടം, ഈ ഫേസ് 1ൽ നിങ്ങൾ ക്ലിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 2ാം ഘട്ടത്തിലോട്ട് കടക്കാം. അത് പൊതുവെ ഒക്ടോബർ, നവംബർ, ഡിസംബർ ഒരു ഇയർ എൻഡ് ആയിട്ട് നടത്തുന്ന ഒരു പരീക്ഷയാണ് മെയിൻ എക്സാം. ഈ പ്രിലിംസ് ഒബ്ജക്റ്റീവ് ആണെങ്കിൽ മെയിൻസ് അങ്ങനെയല്ല. മെയിൻസിനാണ് നിങ്ങൾ എല്ലാ രീതിയിലും ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. കാരണം ഇത് നിങ്ങൾ എസ്സേസ് ആണ് എഴുതേണ്ടത്. നിങ്ങൾക്ക് എത്രത്തോളം ഇൻഫർമേഷൻ, നോളജ് ഉണ്ട് അത് നിങ്ങൾ പ്രകടമാക്കേണ്ട ഏറ്റവും വലിയ ഒരു അവസരമാണിത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വെച്ചാൽ നിങ്ങൾ മെയിൻസ് എന്നൊരു എസ്സേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് അറിയാത്തൊരു ചോദ്യം ചോദിച്ചാൽ 10 മാർക്കിന് ചോദിച്ചാൽ ഞാൻ എന്ത് എഴുതും എന്ന് ഓർത്ത് പേടിക്കണ്ട. ഒരു ക്വസ്റ്റ്യൻ തന്നെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും, പിന്നെ 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അതായത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 25 വേർഡ്സിനായിരിക്കും, ചില ഒരു ക്വസ്റ്റ്യൻ 200 വാക്കിനായിരിക്കുള്ളൂ. ഒരിക്കലും നിങ്ങൾ ക്ലിയർ ചെയ്യാൻ പാടില്ല എന്ന രീതിയിലായിരിക്കില്ല ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പേടി ആദ്യം തന്നെ മാറ്റാം. ഇത് ഞാൻ വെറുതെ പാറ്റേണും സിലബസും പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻസിൽ പൊതുവെ 7+2 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 7+2 നമ്പർ ഓഫ് പേപ്പേഴ്സ് ആണുള്ളത്. 7+2 എന്ന് പറയുന്നത് ആദ്യത്തെ 2 പേപ്പർ A ആൻഡ് പേപ്പർ B
ക്വാളിഫയിങ് നേച്ചർ മാത്രമാണ്. അതായത് ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലും കാര്യമില്ല, ഇത് നിങ്ങളുടെ ടോട്ടൽ മാർക്സിലോട്ട് കാൽക്കുലേറ്റഡ് ആവില്ല. അതായത് 8th ഷെഡ്യൂളിന്റെ അടിയിലുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജ് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാം. അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു ഇന്ത്യൻ ലാംഗ്വേജ് നിങ്ങൾക്ക് എഴുതാനും വായിക്കാനുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ടാണ്. അതുകൊണ്ട് ഇതിൽ വലിയ സ്കോർ ചെയ്യണമെന്നില്ല എന്ന് വെച്ചാൽ ഉഴപ്പാനല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് പാസ് മാർക്ക് കിട്ടിയാൽ മതി. ഇതിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഫെയിൽ ആവണമെങ്കിൽ നിങ്ങളുടെ ബാക്കിയുള്ള പേപ്പേഴ്സ് ഇവർ കറക്റ്റ് ചെയ്യില്ല. പിന്നെ പേപ്പർ ബി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്. ഈ ഇംഗ്ലീഷ് പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മിനിമം എഴുതാനും വായിക്കാനുള്ള കഴിവുണ്ടാവണം എന്നുള്ള രീതിയിലാണ് ഇംഗ്ലീഷ് പേപ്പർ വരുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇനി ബാക്കിയുള്ള ഈ 7 പേപ്പേഴ്സ് ഇല്ലേ, അത് നിങ്ങൾക്ക് ഇംഗ്ലീഷിലല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ വേണമെങ്കിൽ എഴുതാം. മലയാളത്തിൽ എഴുതണോ, ഹിന്ദിയിൽ എഴുതണോ, തെലുഗുയിൽ എഴുതണോ. അതുകൊണ്ട് ഇപ്പോൾ പലരും പറയില്ലേ എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതുകൊണ്ട് എനിക്ക് സിവിൽ സർവീസ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതിനെ പൊളിച്ചടക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ്. അതായത് കുറേ പേർക്ക് അറിയില്ല ഈ ഒരു ഇൻഫർമേഷൻ. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും മെയിൻസ് എക്സാമിനേഷൻ. പക്ഷേ ഒരു മിനിമം പാണ്ഡിത്യം വേണം. അതായത് സംസാരിക്കുന്ന കൊളോക്കിയൽ ലാംഗ്വേജിൽ എഴുതരുത്. അതായത് എഴുതുമ്പോൾ ഒരു രീതി ഉണ്ടല്ലോ, ഫോർമലായിട്ട് എഴുതണം. ആ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾ കീപ്പപ്പ് ചെയ്യണം. അപ്പോൾ പേപ്പർ എയും പേപ്പർ ബിയും ക്വാളിഫൈഡ് നേച്ചർ അത് കഴിഞ്ഞു. ഇനിയുള്ളതാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള പേപ്പേഴ്സ്, നിങ്ങളുടെ മാർക്ക് കണക്കൂട്ടുന്ന പേപ്പർ. പേപ്പർ 1 തുടങ്ങി 7 വരെ ഉണ്ട്. പേപ്പർ 1 എന്ന് പറഞ്ഞാൽ എസ് എ പേപ്പറാണ്. എസ് എ എന്ന് പറയുമ്പോൾ അവർക്ക് ഏത് വേണമെങ്കിലും ചോദിക്കാം. അതായത് ഗാന്ധിയുടെ ഒരു കോട്ട് എടുത്തിട്ട് അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സോഷ്യൽ ആയിട്ട് ഇപ്പോൾ ഒരു ആന മരിച്ചു പോയില്ലേ, ഒരു ആന പൈനാപ്പിളിൽ ക്രാക്കേഴ്സ് ആരോ കയറ്റി വെച്ചിട്ട് കഴിച്ചപ്പോൾ അത് മരിച്ചുപോയി. അപ്പോൾ അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ ഇറ്റ്സ് ബേസിക്കലി എനിത്തിങ് ആൻഡ് എവറിത്തിങ്. ഇനും നിങ്ങളിത് പേടിക്കണ്ട, എല്ലാത്തിലും ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇതാണ് പേപ്പർ 1. ഇനി പേപ്പർ 2 ആണ് നിങ്ങളുടെ സബ്ജക്റ്റിലോട്ട് കിടക്കുന്നത്, നമ്മുടെ മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റിലോട്ട് കിടക്കുന്നത്. പേപ്പർ 2 ഇൻക്ലൂഡ്സ് ഹിസ്റ്ററി. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമ്മുടെ കൾച്ചർ, ആർട്സ് ആൻഡ് ഫോക്സ്, ലിറ്ററേച്ചർ, എവറിത്തിങ് റിലേറ്റഡ് ടു ദാറ്റ്. പിന്നെ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി. ഇതാണ് പേപ്പർ 2. ഇനി പേപ്പർ 3 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുന്ന ആ ഗുണം കാണുന്നത്. അതായത് IR, ഇന്റർനാഷണൽ റിലേഷൻസ്, ഇന്ത്യ ചൈന റിലേഷൻസ്, അമേരിക്ക ചൈന റിലേഷൻസ്, ജപ്പാൻ റഷ്യ റിലേഷൻസ്. ലോകത്തിലുള്ള ഓരോ കൺട്രീസും അവർ തമ്മിലുള്ള റിലേഷൻസും അവരുള്ള കുറേ കാര്യങ്ങൾ, കുറേ സന്ധിയിൽ ഒപ്പിട്ടിട്ടുണ്ടാവും, കുറേ അവരുടെ കുറേ എഗ്രിമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ പറ്റിയുള്ളതാണ് IR. അതിനോടൊപ്പം തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഗവേണൻസ്, പൊളിറ്റിക്കൽ സയൻസ്, പോളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ, അതൊക്കെയാണ് ഈ പറയുന്ന പേപ്പർ. ഇനി അടുത്ത പേപ്പർ 4, അതിലാണ് എൻവയറമെന്റൽ സയൻസ്, എക്കോളജി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത പേപ്പർ 5. പേപ്പർ 5 എത്തിക്സ്, ഇന്റഗ്രിറ്റി, ആപ്റ്റിറ്റ്യൂഡ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ മനോഭാവം, നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, ഇതെല്ലാം അളക്കാനുള്ള ഒരു പേപ്പറാണ്. അപ്പോൾ പൊതുവെ കേസ് സ്റ്റഡീസ് പോലത്തെ ക്വസ്റ്റ്യൻസ് തരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഞാൻ പ്രമോല് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കും, ഒരിക്കലും ഒരു IAS ഓഫീസർ എന്നുള്ളത് പരീക്ഷ കഴിയുമ്പോൾ പിറ്റേ ദിവസം ആവുന്നതല്ല. ഈ ത്രൂ ഔട്ട് ദ ജേർണി, ഈ ഒരു വർഷത്തെ കാലയളവ് കൊണ്ടാണ് നമ്മളൊരു IAS ഓഫീസർ ആവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേടിയില്ലെങ്കിൽ പോലും നമ്മൾ കുറേ നേടുന്നുണ്ട്, ഒരു ശക്തമായ ഒരു പേഴ്സണാലിറ്റി. അത് നമ്മൾ ഒരിക്കലും മനഃപൂർവ്വം ഓക്കെ എനിക്ക് കുറേ ഡിസിപ്ലിൻ വേണം, എനിക്ക് കുറേ ആദർശങ്ങൾ വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ വരുന്നതല്ല, നമ്മൾ മനഃപൂർവ്വം വരുത്തുന്നതല്ല, അറിയാതെ നമ്മുടെ ഉള്ളിൽ കയറിപ്പോകുന്ന കുറേ നല്ല നല്ല ക്വാളിറ്റീസ് ആണ്. അപ്പോൾ പേപ്പർ 5 ഇതായിരുന്നു. ഇനിയുള്ളതാണ് പേപ്പർ 6 ആൻഡ് പേപ്പർ 7, മൈ മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയാൻ കാരണം ബാക്കിയുള്ള സബ്ജക്ട്സും പേപ്പേഴ്സും ശരിയാ, വി ഹാവ് നോ ചോയ്സ് ഇൻ ഇറ്റ്. നമുക്കുള്ളത് തരുന്നത് ഏതാ അത് നമുക്ക് എഴുതാനേ പറ്റുള്ളൂ. പക്ഷേ പേപ്പർ 6 ആൻഡ് പേപ്പർ 7, അതായത് 250 500 മാർക്ക് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്റ്റ്. ആ ഇഷ്ടമുള്ള സബ്ജക്റ്റിന് 2 പേപ്പർ 6ഉം പേപ്പർ 7ഉം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതിനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മൊത്തം സിലബസ് സ്ട്രക്ചറും പാറ്റേൺസും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, മാർക്ക് സഹിതം എത്ര സമയം ഒരു പരീക്ഷകൾ, അതെല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കണം. ഇനിയുള്ളതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയൻ, അതായത് പ്രായപരിധി. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതണമല്ലോ. അപ്പൊ ഏത് പ്രായം തുടങ്ങി എഴുതാം, ഏത് പ്രായം വരെ നിങ്ങൾക്ക് എഴുതാം എന്ന് നമുക്ക് നോക്കാം. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ 21 വയസ്സായാൽ നമുക്ക് പരീക്ഷ എഴുതാം.
അതായത് ഓഗസ്റ്റ് 1 എനിക്ക് 21 വയസ്സാവുകയാണെങ്കിൽ പരീക്ഷ എഴുതാം. ഇപ്പോൾ സപ്പോസ് ഒരാൾക്ക് ഓഗസ്റ്റ് 5 തീയതിയാണ് 21 വയസ്സായത്, പരീക്ഷ എഴുതാൻ പറ്റില്ല, അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓഗസ്റ്റ് 1 21 വയസ്സായാൽ മിനിമം ഡിഗ്രി ഉണ്ടാവണം. ഈ ഡിഗ്രി എന്ന് പറയുമ്പോൾ BA BSc ആവണമെന്നില്ല, MBBS കഴിഞ്ഞ ആൾക്കാർ, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ എഴുതാം. ഈക്വലൻ ടു ദ ഡിഗ്രിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഡിഗ്രി യോഗ്യത ഉള്ള ആൾക്കാർക്ക് 21 വയസ്സുള്ളവർക്ക് 1 തീയതി ഓഗസ്റ്റിനുള്ളിൽ തികഞ്ഞ ആൾക്കാർക്ക് പരീക്ഷ എഴുതാം. ഇനിയുള്ളതാണ് അപ്പർ ഏജ് ലിമിറ്റ്. അതായത് ജനറൽ കാറ്റഗറിക്ക് 32 വയസ്സ് വരെയും പരീക്ഷ എഴുതാം. ഇവർക്ക് 6 തവണ പരീക്ഷ എഴുതാം. 6 പ്രാവശ്യം എപ്പോൾ തീരുന്നു അപ്പം ഇവർ അറ്റംപ്റ്റ് തീർന്നു. ചിലപ്പോൾ 28 വയസ്സിനുള്ളിൽ 21 വയസ്സ് തുടങ്ങി എല്ലാ തവണ എഴുതി 6 അറ്റംപ്റ്റ് തീർന്നു പോയാൽ ഇനി എനിക്ക് പ്രായമുണ്ട്, എനിക്ക് 3-4 വർഷം കൂടി എഴുതാമെന്ന് പറഞ്ഞാൽ പറ്റില്ല. 6 തവണ എന്ന് വെച്ചാൽ 6 തവണ. അപ്പോൾ ജനറൽ കാറ്റഗറിയിലത്തെ ആൾക്കാർക്ക് 32 വയസ്സ് വരെയും 6 പ്രാവശ്യം എഴുതാം. ഇനിയുള്ളതാണ് OBC, അതായത് അതർ ബാക്ക്വേർഡ് കാസ്റ്റ്. ഇവർക്കൊരു 3 വർഷം കൂടി എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവർക്ക് 35 വയസ്സ് വരെ എഴുതാം. 35 വയസ്സ് വരെയും 9 തവണ എഴുതാം. ഇതും ഇവർ സൂക്ഷിച്ച് വേണം ഓരോ അറ്റംപ്റ്റ്സും അവർ ചെയ്യാൻ. ഈ തവണ നിങ്ങൾ അത്ര കോൺഫിഡന്റ് അല്ലെങ്കിൽ ഈ തവണ എഴുതാതിരിക്കാം, നിങ്ങളുടെ അറ്റംപ്റ്റ്സ് വേസ്റ്റ് ആവാതിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, അവസാനത്തെ അറ്റംപ്റ്റിൽ അവസാനത്തെ വർഷമായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ക്രാക്ക് ചെയ്യുന്നത്, ക്ലിയർ ചെയ്യുന്നതും. അപ്പോൾ കോൺഫിഡന്റ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും കോൺഫിഡന്റ് അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും കോൺഫിഡന്റ് അല്ലാതിരിക്കും. അതായത് ഒരാളും കംപ്ലീറ്റ് ആയിട്ട് ഇതുവരെയായിട്ടും പഠിച്ചിട്ടില്ല. ഈ ഞാൻ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി സ്ട്രക്ചർ അത് 2025 മാർക്കിലാണ് ഈ പരീക്ഷ ഉള്ളത്. ഈ പ്രിലിംസിന് 200 മാർക്ക് വീതമാണ്, ഈ മെയിൻസിന് 250. പിന്നെ ഉണ്ട് ഇന്റർവ്യൂ, അതിന് 250 മാർക്ക്. എല്ലാം കൂടി 2025 മാർക്കാണ്. ഒരിക്കലും ഒരാൾക്കും ഈ 1000-ന് മുകളിൽ പോലും ക്ലിയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് പഠിച്ചിട്ടില്ല, ഞാൻ കോൺഫിഡന്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുതാതും ഇരിക്കരുത്. ഞാൻ പറഞ്ഞത് ഉഴപ്പാൻ വേണ്ടി പോലെ എഴുതരുത്. യുക്തിപൂർവ്വം ആലോചിക്കുക, ഇനി എനിക്ക് എത്ര അറ്റംപ്റ്റ്സ് ഉണ്ട്, എത്ര വർഷങ്ങൾ എൻ്റെ കയ്യിലുണ്ട് എന്നൊരു ബോധത്തോടെ വേണം നമ്മൾ പരീക്ഷ അറ്റംപ്റ്റ് ചെയ്യാൻ. അപ്പോൾ OBCയുടെ കാറ്റഗറി കഴിഞ്ഞു. ഇനിയുള്ളതാണ് SC ST. ഇവർക്ക് 37 വയസ്സ് വരെ പരീക്ഷ എഴുതാം. ഇവർക്ക് അൺലിമിറ്റഡ് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ആണ്. അതായത് 21 വയസ്സ് തുടങ്ങി 37 വയസ്സ് വരെ എത്ര തവണ വേണമെങ്കിലും ഇവർക്ക് എഴുതാം. എല്ലാ കൊല്ലം എഴുതാം. അപ്പൊ ഞാൻ പറയാനുള്ളത്, എക്സ്ട്രാ ഇയേഴ്സ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ളവർ, എക്സ്ട്രാ അറ്റംപ്റ്റ്സ് ഉള്ള ആൾക്കാർ, നിങ്ങൾ ബോധപൂർവ്വം അത് ഉപയോഗിക്കുക. വെറുതെ അത് അറ്റംപ്റ്റ്സ് തീർക്കാതെ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ട് നല്ല മാത്തമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇനി എനിക്ക് എത്ര വർഷമുണ്ട്, എത്ര അറ്റംപ്റ്റ്സ് എൻ്റെ കയ്യിലുണ്ട് എന്ന് നോക്കിയിട്ട് വേണം എഴുതാൻ. പിന്നെ ഇത് 1 ഇയർ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു കാരണവശാൽ നമുക്കത് ഈ തവണ ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ഒരിക്കലും നമ്മുടെ മനസ്സ് അത് വിടാൻ പാടില്ല, നമുക്ക് മനസ്സ് തളരാൻ പാടില്ല. കാരണം ഇത് 2 വർഷം 3 വർഷം അത്രയും പരിശ്രമിച്ചിട്ടാണ് ആൾക്കാർ പരീക്ഷ എഴുതുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു വർഷം പറഞ്ഞു, അപ്പോൾ ഒരു വർഷത്തിലേക്ക് ചെയ്തിട്ട് പറ്റിയില്ല എന്ന് വെച്ച് നിങ്ങൾ എഴുതാതിരിക്കരുത്. ഇനിയും ട്രൈ ചെയ്യണം. നിങ്ങൾക്കത് കിട്ടുന്നത് വരെയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഞാനും മാക്സിമം ട്രൈ ചെയ്യും. പക്ഷേ ഞാൻ പറയുന്ന എല്ലാ അസൈൻമെന്റ്സും ഹോംവർക്ക്സും അതേപോലെ തന്നെ ചെയ്യണം. ഏതൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ തന്നിട്ടുണ്ട് അത് അതുപോലെ തന്നെ പാലിച്ചു പോവുക. Day 1 തുടങ്ങി നിങ്ങൾക്ക് ഇന്റർവ്യൂയുടെ തലേദിവസം വരെ നിങ്ങൾക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് തരും. അതായത് ഇന്റർവ്യൂവിൽ എങ്ങനെ നിൽക്കണം, ഏതൊക്കെ രീതിയിലാണ് റിയാക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടും ഇൻഫർമേഷൻസ് ഗൂഗിൾ ചെയ്തുകൊണ്ട് പോകണ്ടേ എന്നുള്ളതൊക്കെ പറഞ്ഞു തരും. അപ്പൊ എല്ലാം പറയുന്നത് പോലെ ചെയ്യുക. ശുഭാപ്തി വിശ്വാസവും ദൈവവിശ്വാസവും നിങ്ങളെ തന്നെയുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായാൽ മാത്രമേ ഒന്നിച്ച് മുന്നേറാൻ പറ്റുള്ളൂ. ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്ലാസ് CSE സീരീസിന്റെ. ഇന്ന് മൺഡേ ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലത്തെ ഡൗട്ട്സോ ക്വയറീസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഇടുക. ഞാൻ എത്ര വേഗം അത് റിപ്ലൈ നൽകുന്നതാണ്. അത് റിപ്ലൈ നൽകിയില്ലെങ്കിൽ തന്നെ ഞാൻ പിറ്റേ ദിവസം, അതായത് നാളെ, ഇതിനെല്ലാം ഞാൻ റിപ്ലൈ നൽകും. അതുപോലെ തന്നെ സൺഡേ എന്നുള്ളൊരു ദിവസം എക്സ്ക്ലൂസീവ്ലി നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്വയറീസും തീർക്കാനുള്ള ഒരു ദിവസമാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഫസ്റ്റ് ഡേ ഓഫ് CSE സീരീസ്. നമ്മളുടെ സ്വപ്നങ്ങളോട്ട് അടുത്ത് വരുന്നുണ്ട്. ബേബി സ്റ്റെപ്സ് പതുക്കെ വെച്ച് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് ആഗ്രഹമുള്ള കുട്ടികളുണ്ടെങ്കിൽ, എല്ലാ ഡിഗ്രി സ്റ്റുഡൻസും ഇത് പ്രിപ്പയർ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇത് സ്പ്രെഡ് ദ ന്യൂസ്. താങ്ക് യു സോ മച്ച്.